കഴിഞ്ഞ തവണ പരാജയപ്പെട്ട 12 ലോക്സഭാ സീറ്റുകളിൽ 4 എണ്ണത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാൻ ഇക്കുറി CPM തീരുമാനിച്ചിരിക്കുന്നു. ഈ സീറ്റുകൾ തിരിച്ചുപിടിക്കുന്നതിൽ പരാജയപ്പെടരുതെന്ന മുന്നറിയിപ്പ് ബന്ധപ്പെട്ട ജില്ലാ നേതൃത്വങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകി കഴിഞ്ഞു. കോഴിക്കോട്, വടകര, ആലപ്പുഴ, കൊല്ലം എന്നിവയാണ് ഈ സീറ്റുകൾ. ഈ 4ഉം 2014 ജയിക്കുന്ന സീറ്റുകളുടെ പട്ടികയിൽ സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് കണക്കുകൂട്ടൽ അല്പം പിഴച്ചെങ്കിൽ ഇക്കുറി അത് ആവർത്തിക്കരുതെന്ന നിലപാടിലാണ് പാർട്ടി വൃത്തങ്ങൾ. MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ വിഭാഗത്തെ LDFിലേക്ക് തിരികെ കൊണ്ടുവന്നത് വടകര വിജയം ലക്ഷ്യമിട്ടാണ്. P ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടെങ്കിലും മണ്ഡലത്തിലെ സാധ്യതകളെ ബാധിക്കില്ലെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഇപ്പോഴും. മത്സരിക്കാനില്ലെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രഖ്യാപനവും ആശ്വാസത്തോടെ പാർട്ടി കാണുന്നു. മുല്ലപ്പള്ളിക്ക് പകരം ആര് എന്ന ഉദ്യോഗത്തിലാണ് CPM. KK രമ വന്നാൽ ആ പോരുണ്ടാക്കാവുന്ന മറ്റൊരു തലത്തെക്കുറിച്ചും ബോധ്യമുണ്ട്. കോൺഗ്രസിന്റെ MK രാഘവനിൽ നിന്ന് സീറ്റ് പിടിക്കുക എന്ന ദൗത്യവുമായാണ് കോഴിക്കോട് നോർത്ത് MLA A പ്രദീപ് കുമാറിനെ കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയാക്കിയത്. കൊല്ലത്ത് ഇടതുപക്ഷത്തിനുള്ള ആധിപത്യം പാർലമെന്റ് സീറ്റിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ KN ബാലഗോപാലന്റെ വരവ്. ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാനിടയില്ലെന്നത് MM ആരിഫിന്റെ പ്രതീക്ഷ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഇടതുമുന്നണിയുടെ ബൂത്ത് തലം വരെയുള്ള കൺവെൻഷനുകൾ 20-നകം തീരും. സ്ഥാനാർത്ഥികൾ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചു വരുന്നു. പാർട്ടികളുടെയും മുന്നണികളുടെയും നോട്ടീസുകളുമായി പ്രവർത്തകരെ വീടുകളിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. മാർച്ച് 3 മുതൽ 2 റൗണ്ട് സ്ഥാനാർത്ഥി പര്യടനമാണ് ഉദ്ദേശിക്കുന്നത്. ലോക്സഭയിലേക്ക് മഹാരാഷ്ട്രയിലും ബീഹാറിലും പ്രതിപക്ഷ മുന്നണിയിൽ നിന്ന് പുറത്തായ CPM പെരുവഴിയിലാണ്. CPMന്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞ് മഹാരാഷ്ട്രയിലെ ഡീൻഡോരി മണ്ഡലത്തിൽ NCP സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ തങ്ങളും സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് CPM വ്യക്തമാക്കി കഴിഞ്ഞു. ബീഹാറിൽ ഉജ്ജിയാൻപൂർ മണ്ഡലം വേണമെന്നാണ് CPMന്റെ ആവശ്യം. RJDയോട് അതാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് അംഗീകരിക്കപ്പെടില്ലെന്നും CPIക്കും CPMനും ഓരോ സീറ്റ് വീതം ലഭിച്ചേക്കുമെന്നാണ് സൂചന. എന്ത് വേണമെന്ന് RJD നയിക്കുന്ന മുന്നണിയുടെ പട്ടിക പുറത്തു വന്ന ശേഷം ആലോചിക്കാമെന്നാണ് CPMന്റെ തീരുമാനം. എന്തായാലും നിലപാട് കടുപ്പിച്ചു തന്നെയാണ് CPM. ഇക്കുറി അംഗത്തിനിറങ്ങുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞ തവണ ഒന്ന് പിഴച്ചെങ്കിൽ അത് ഇക്കുറി ആവർത്തിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.